വാറൻ ബഫറ്റിനെ കുറിച്ച് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. നിക്ഷേപ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള സ്ട്രാറ്റജികളും അദ്ദേഹത്തിൻ്റെ തന്നെ ആവാനാണ് സാധ്യത. കാരണം നിക്ഷേപങ്ങളിലൂടെ മാത്രം വളർന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ വളർച്ചയ്ക്ക് മറ്റൊക്കെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ചെയ്യുന്ന ആരെയാണെന്നറിയോ? ചാർലി മങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘകാല സുഹൃത്തും അദ്ദേഹത്തിൻ്റെ കമ്പനി ഉണ്ടല്ലോ ബർക്ക്ഷയർ ഹാത്വേ, അതിൻ്റെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള ഈ ചാർലി മങ്കറെയാണ്. ചാർലി മങ്കർ കഴിഞ്ഞ ദിവസം മരിച്ചു. 99ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോകളും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഇൻസൈറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലൊക്കെ കാണാറുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ മരിച്ച വേളയിൽ ഒരാൾ ഇത്രയും വയസ്സായിട്ട് മരിക്കുന്ന സമയത്ത് ഒരുപാട് വിസ്ഡം നേടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളൊക്കെ ഓരോ പ്രായം കഴിയുമ്പോഴും നമ്മൾ ഓരോ പുതിയ ഇൻസൈറ്റുകൾ നമ്മളിങ്ങനെ നേടും. അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന പല കാര്യങ്ങളും വലുതാകുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അത്ര ശരിയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ലേ. അപ്പോൾ ഇത്ര കാലം ജീവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനത്തെ ഒരുപാട് ഇൻസൈറ്റുകൾ നേടിയിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ഇൻസൈറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തേത് പറയാം. ഐ ഡോണ്ട് സ്പെൻഡ് മച്ച് ടൈം റിഗ്രറ്റിംഗ് ദ പാസ്റ്റ്. വൺസ് ഐ ഹാവ് ടേക്കൺ മൈ ലെസൺ ഫ്രം ഇറ്റ് ഐ ഡോണ്ട് ഡ്വെൽ ഓൺ ഇറ്റ്. ചാർലി മങ്കറിൻ്റെ വളരെ ഫേമസ് ആയിട്ട് കരുതപ്പെടുന്ന ഒരു കാഴ്ചപ്പാടാണിത്. നമ്മുടെ പാസ്റ്റ്, നമ്മുടെ ഭൂതകാലത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ലെസൺസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ കിടന്നിങ്ങനെ ജീവിക്കരുത്. എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈവൻ ഒരാൾ നമ്മുടെ അടുത്തുനിന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പാസ്റ്റിൽ നമുക്ക് വരുത്തിയിട്ടുള്ള പല മിസ്റ്റേക്കുകളുടെ കാര്യത്തിലും നമ്മൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പാഠം എടുക്കുക, എന്നിട്ട് മുൻപോട്ട് പോകുക. അപ്പോൾ പാസ്റ്റിനെ ഒരു ടീച്ചറായിട്ട് കരുതുക, അല്ലാണ്ട് അതിൻ്റെ തന്നെ സങ്കടത്തിലോ വിഷമത്തിലോ ഒക്കെ ഇങ്ങനെ വെറുതെ ജീവിതം തള്ളി നീക്കരുത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. 99 വയസ്സ് വരെ ജീവിച്ച ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു കാഴ്ചപ്പാടായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. കാരണം ഇത് എല്ലാവർക്കും എല്ലാ കാര്യത്തിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഇൻസൈറ്റാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് എ ഹ്യൂജ് ഫിൽട്ടർ ഇൻ ലൈഫ്. If you have got two suitors who are really eager to have you and one is way the hell better than the other, you do not have to spend much time with the other. And that's the way we filter out buying opportunities. ചാർലി മങ്കർ നിക്ഷേപ സാധ്യതകളെ കുറിച്ചായിരിക്കാം ഒരു പക്ഷേ ഇത് പറയുന്നത്. പക്ഷേ ഇത് ലൈഫിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? ഇത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകളെ കുറിച്ചാണ്. ഒരു ഓപ്ഷൻ വളരെ നല്ലതായിട്ട് സുപ്പീരിയർ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ രണ്ടാമത്തേതിൻ്റെ മേലെ വെറുതെ സമയം ചിലവഴിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ മേലെ ഓൾ എഫേർട്ട് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ബേസിസിൽ നമ്മൾ മേക്ക് ചെയ്യുന്ന ഡിസിഷൻസിൻ്റെ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്നൊക്കെ പറയും. നിരന്തരമായിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നല്ല ഹൈ ക്വാളിറ്റി തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കാത്ത ഒരു തീരുമാനത്തിൻ്റെ മേലെ ഒരുപാട് സമയം ചിലവഴിക്കുന്നത് നമ്മൾ മൊത്തത്തിലുള്ള ഒരു സമയത്തിൻ്റെ ഉപയോഗത്തിലും മറ്റുമൊക്കെ ഭയങ്കരമായിട്ട് പ്രോബ്ലം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ബേസിക്കലി അതിൻ്റെ എഫക്റ്റീവ്നെസ് കുറക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ഓപ്ഷനുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അല്ലാതെ ഈ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടല്ലോ, നമുക്ക് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവും, എന്നാലും എല്ലാം വെറുതെ ഒന്ന് തപ്പി നോക്കിയിട്ട് ഒന്നാമത്തേത് തന്നെയാണ് നല്ലത് എന്ന് ഉറപ്പാക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ. അതൊരു ടൈം എഫിഷ്യൻസിയുടെ കാര്യത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു ടൈം വേസ്റ്റ് ആണെന്നുള്ളതാണ് നമുക്ക് ഈ ചാർലി മങ്കറിൻ്റെ നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാവുന്നത്. മൂന്നാമത്തേതായിട്ട് അദ്ദേഹം പറയുന്നത്, ഇൻ മൈ ഹോൾ ലൈഫ് നോബഡി ഹാസ് എവർ അക്യൂസ്ഡ് മീ ഓഫ് ബീയിങ് ഹംബിൾ. ആൾദോ ഹ്യൂമിലിറ്റി ഈസ് എ ട്രേറ്റ് ഐ മച്ച് അഡ്മയർ, ഐ ഡോണ്ട് തിങ്ക് ഐ ക്വൈറ്റ് ഗോട്ട് മൈ ഫുൾ ഷെയർ എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം കുറവുകളെ മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് വിവേകത്തിൻ്റെ ലക്ഷണമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പക്ഷേ ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ളത് അംഗീകരിക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ ഒരു പേഴ്സണൽ ഗ്രോത്തിൻ്റെ ഒക്കെ ഒരു സൈനാണ്. അതായത് നമുക്കൊക്കെ കുറവുകളുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഹമ്പിൾ ആവുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളാരും പെർഫെക്റ്റ് അല്ല എന്ന് അംഗീകരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുറവുകൾ ഉണ്ട് എന്ന് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും മനസ്സിലാക്കാനും അത് അതിൻ്റെ മേലെ ബിൽഡ് ചെയ്യാനും പറ്റും. നേരെ മറിച്ച് നമ്മൾ പെർഫെക്റ്റ് ആണ്, നമുക്ക് കുറവുകളൊന്നുമില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലോ ഒരിക്കലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ നമുക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണിത്. നാലാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജീവിത നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, ഡിറ്റർമൈൻ വാല്യൂ അപ്പാർട്ട് ഫ്രം പ്രൈസ്, പ്രോഗ്രസ് അപ്പാർട്ട് ഫ്രം ആക്ടിവിറ്റി, വെൽത്ത് അപ്പാർട്ട് ഫ്രം സൈസ്. എന്ത് കണ്ടു കഴിഞ്ഞാലും ആദ്യം വില ചോദിക്കുന്ന ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ആളുകളുണ്ട്. അവരാകെ കൺസേൺഡ് ആയിട്ടുള്ള അതിൻ്റെ പ്രൈസ് ടാഗിലാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ കൺസേൺഡ് ആവേണ്ട വിഷയം എന്താണെന്നറിയോ? എന്തുമാത്രം വാല്യൂ ആണ് അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക, എനിക്കിതെങ്ങനെ ഉപകാരപ്പെടും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആവേണ്ടത്, അല്ലാതെ പ്രൈസ് ടാഗിനെ കുറിച്ചല്ല. കാരണം പ്രൈസ് ടാഗ് എപ്പോൾ വേണമെങ്കിലും ഫ്ലക്ച്വേറ്റ് ചെയ്യാം, പക്ഷേ നമുക്ക് അതിൽ നിന്ന് എന്ത് വാല്യൂ കിട്ടുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ബിസി ആയിട്ടിരിക്കുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ്, നമ്മൾ ഡേ ബൈ ഡേ എന്ത് പ്രോഗ്രസ് മേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്.
കഴിഞ്ഞ ദിവസത്തിൻ്റെ തന്നെ തുടർച്ചയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാർബൺ കോപ്പിയാണ് ഇന്ന് എന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോഗ്രസ് മേക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര ബിസി ആവുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, ഡേ ബൈ ഡേ നമ്മൾ എന്ത് പ്രോഗ്രസ് മേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരുപാട് പൊസഷൻസ്, ഒരുപാട് കാറുണ്ട്, ഒരുപാട് വണ്ടിയുണ്ട്, പൈസയുണ്ട്, അങ്ങനത്തെ മെറ്റീരിയൽ പൊസഷൻസിൻ്റെ പേരിലല്ല നമ്മൾ ശരിക്കും നമ്മുടെ ഒരു വെൽത്തിനെ അസസ് ചെയ്യേണ്ടത്. നമ്മൾ എത്രമാത്രം ലൈഫ് ഫ്രൂട്ട്ഫുൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം കണ്ടൻ്റ് ആണ്, ഹാപ്പിയാണ് നമ്മുടെ കാര്യങ്ങളിൽ എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ലൈഫിനെ ഒരു സർഫസ് ലെവലിൽ കാണുന്ന കാര്യങ്ങളല്ല, അതിനേക്കാൾ ഉപരി ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ ഫുൾഫിൽമെൻറ്റിൽ എത്രമാത്രം ബോധേഡാണോ അതാണ് ലൈഫിനെ മനോഹരമാക്കുന്നത്. അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് ചാർലി മങ്കർ അദ്ദേഹത്തിൻ്റെ ഈ നിരീക്ഷണത്തിലൂടെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, ദ ബെസ്റ്റ് ആമർ ഓഫ് ഓൾഡ് ഏജ് ഈസ് എ വെൽ സ്പെൻഡ് ലൈഫ് പ്രിസീഡിങ് ഇറ്റ് എന്നുള്ളതാണ്. നമുക്കൊക്കെ പ്രായമാവുന്നതിനനുസരിച്ച് ലൈഫിൽ ഒരുപാട് റിഗ്രറ്റുകൾ ഉണ്ടാകും. അപ്പോൾ ഒരുപാട് പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ അത് ചെയ്താൽ മതിയായിരുന്നു, ഇത് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ള റിഗ്രറ്റ് എല്ലാവർക്കും ഉണ്ടാവും. ഇത് ഓരോരുത്തർക്കും അതിൻ്റെ ഒരു കൺസെപ്റ്റുകൾ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പേഴ്സണൽ ഗ്രോത്തിന് ഓരോ ആൾക്കാരും കാണുന്ന മീനിങ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, നമ്മുടെ തന്നെ നമ്മൾ പാഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല ജീവിതം ജീവിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സറിഞ്ഞുള്ള ഒരു ജീവിതം ജീവിച്ചു കഴിഞ്ഞാൽ വയസ്സാം കാലത്ത് നമുക്ക് റിഗ്രറ്റുകൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് ചാർലി മങ്കറിൻ്റെ അഞ്ചാമത്തെ നിരീക്ഷണം പറയുന്നത്. ആറാമത്തെ അദ്ദേഹത്തിൻ്റെ ജീവിത നിരീക്ഷണം നമുക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റേണ്ടതാണ്. ദ വേൾഡ് ഈസ് നോട്ട് ഡ്രിവൺ ബൈ ഗ്രീഡ്, ഇറ്റ്സ് ഡ്രിവൺ ബൈ envy. I have conquered envy in my own life. I don't envy anybody. I don't give a damn what someone else has. But other people are driven crazy by it. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, അത്യാഗ്രഹം ഒന്നുമല്ല ലോകത്തെ നയിക്കുന്നതും ആൾക്കാരുടെ പ്രൈമറി മോട്ടിവേഷനും. ആൾക്കാരുടെ പ്രൈമറി മോട്ടിവേഷൻ എന്ന് പറയുന്നത് അസൂയയാണ്. മറ്റാൾക്ക് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനോടുള്ള അസൂയയാണ് ആൾക്കാരുടെ ഒരു എല്ലാ കാര്യത്തിലുള്ള ഒരു പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത്. അയാളുടെ അടുത്ത് ഇന്ന വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്കും വേണം എന്ന് ചിന്തിക്കുന്ന ആ ഒരു ചിന്താഗതി. അപ്പോൾ അതിനെ കോൺകർ ചെയ്യുക എന്നുള്ളതാണ് ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റുകളിൽ ഒന്ന് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മറ്റുള്ളവർക്ക് എന്ത് എന്നുള്ളതല്ല, നമ്മുടേതായ മാനദണ്ഡങ്ങളിൽ ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അച്ചീവ്മെൻറ്റുകൾ ഉണ്ടാവുക. അത് മറ്റുള്ളവരുടെ കമ്പാരിസണിലല്ല. അപ്പോൾ ആ കുട്ടിക്ക് ഇത്ര മാർക്ക് ഉണ്ടായി നിനക്ക് ഇത്ര ഇല്ല എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു കൈൻഡ് ഓഫ് കുശുമ്പും അസൂയൊക്കെ തന്നെയല്ലേ. കാരണം പാരൻസിനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. മറ്റേയാളുടെ കുട്ടിക്ക് അത്ര ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനോടുള്ളൊരു കുശുമ്പായിരിക്കും നമ്മുടെ പ്രശ്നം. അപ്പോൾ ഇത് ലൈഫിൽ എല്ലാ കാര്യങ്ങളിലും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ആ അസൂയയും കുശുമ്പും ഒക്കെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫിൽ കൂടുതൽ സമാധാനം ഉണ്ടാവും, നമുക്ക് കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ജീവിതം ജീവിക്കാമെന്നാണ് ചാർലി മങ്കറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജീവിത നിരീക്ഷണം. ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, someone will always be getting richer faster than you. This is not a tragedy. ബാക്കിയുള്ളവർക്ക് നമ്മുടേക്കാളും വേഗത്തിൽ പൈസ ഉണ്ടാക്കുന്നതോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്നതോ അതൊന്നും ഒരു ട്രാജഡി അല്ല. അങ്ങനെ ലൈഫിൽ ഉണ്ടാകും. നമ്മൾ അതൊരു കമ്പാരിസൺ മെഷറായി ചിന്തിച്ചിട്ട് നമ്മൾ ലൈഫിൽ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പേഴ്സണൽ ഫെയിലിയർ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മറ്റേ ആൾക്ക് ഒരുപാട് പൈസ ഉണ്ടായി എന്നുള്ളത് നമ്മളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മളതൊരു പേഴ്സണൽ ഫെയിലിയർ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിലവിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ, നമ്മുടെ ലൈഫ് അഡ്വാൻസ് ചെയ്ത് പോകുന്നുണ്ടോ, ഇന്നലേക്കാൾ ബെറ്റർ ആണോ ഇന്ന്, ഇത്തരം കാര്യങ്ങൾ നോക്കുക എന്നുള്ളതായിരിക്കും കുറച്ചും കൂടെ ഒരു ബെറ്റർ മെഷർ. കാരണം ലോകത്ത് എപ്പോഴും ഇത് ഒരു ഗിവൺ ഫാക്റ്റാണ്. അത് നമ്മളെക്കാളും ഫാസ്റ്റായിട്ട് നമ്മളെക്കാളും ഇതിൽ ചെയ്യുന്ന എപ്പോഴും ആ ഒരു ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ കമ്പാരിസണിൽ നമ്മുടെ ജീവിതം തീർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പേഴ്സണൽ ട്രാജഡി ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ബാക്കിയുള്ളവർ നമ്മളെക്കാളും ഫാസ്റ്റായിട്ട് റിച്ച് ആവുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ആ കമ്പാരിസൺ നമ്മൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയാൽ സമാധാനം ഉണ്ടാവും എന്നുള്ളതാണ് ചാർലി മങ്കർ പറയുന്നത്. എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാന ജീവിത നിരീക്ഷണം നമ്മൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. You are not going to get very far in life on the basis of what you already know. You are going to advance in life by what you are going to learn. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. ഏതെങ്കിലുമൊക്കെ ഒരു ഡിഗ്രിയൊക്കെ എടുത്തതിൻ്റെ പേരിൽ ഇനി വേഗം എനിക്ക് ജോലി തന്നോ അല്ലെങ്കിൽ ലൈഫ് ഇതിൻ്റെ പേരിൽ അങ്ങ് സക്സസ് ആവും എന്ന് കരുതുന്നത് തെറ്റാണ്. പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾറെഡി അറിയുന്ന കാര്യങ്ങളെക്കാൾ ഉപരി പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും നിരന്തരമായിട്ട് പഠിക്കാനും തയ്യാറാവുക എന്നുള്ളതാണ് ലൈഫിൽ സക്സസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് മാറുക. പ്രത്യേകിച്ച് ഇത്രയധികം ടെക്നോളജികളും മറ്റുമൊക്കെ ദൈനംദിനം വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവുന്ന ഒരു കാലത്ത് ഒരു ദിവസം പോലും നമ്മൾ പുതിയ കാര്യങ്ങൾ
പഠിക്കുന്നത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാത്ത റീലും മറ്റൊക്കെ കണ്ട് സമയം ചിലവഴിക്കുന്ന ആ സമയങ്ങൾ ഒരു കുറച്ചൊരു പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിൻ്റെ പ്രോഗ്രസ് അതിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചാർലി മങ്കറിനെ പോലെയുള്ള വാറൻ ബഫറ്റിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്, ദിവസം 5-6 മണിക്കൂർ പുതിയ കാര്യങ്ങൾ പഠിക്കാനും റിപ്പോർട്ട്സ് വായിക്കാനും മറ്റൊക്കെ അവർ ചിലവഴിക്കാറുണ്ട് എന്നുള്ളത്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര സമയമാണ് നമ്മളൊരു ദിവസം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ചിലവഴിക്കുന്നത് എന്നുള്ളത്. അതിലുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും നിരാശയുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ. 9ാമത്തെ അദ്ദേഹത്തിൻ്റെ ജീവിത നിരീക്ഷണം എനിക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ട് തോന്നിയതാണ്. അവർ ഐഡിയാസ് ആർ സോ സിമ്പിൾ ദാറ്റ് പീപ്പിൾ കീപ്പ് ആസ്കിങ് അസ് ഫോർ മിസ്റ്ററീസ് വെൻ ആൾ വി ഹാവ് ആർ ദ മോസ്റ്റ് എലമെൻ്ററി ഐഡിയാസ് എന്നുള്ളതാണ്. ചില ആൾക്കാർ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അച്ചീവ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും സീക്രട്ട് ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരാൾ പെട്ടെന്ന് പൈസക്കാരനായി എന്തെങ്കിലും കള്ളക്കടത്ത് അയാൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കള്ളത്തരം ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു തിങ്കിങ് നമുക്കില്ലേ? പലപ്പോഴും ഈ ഭയങ്കര സക്സസ്സിലേക്കുള്ള റൂട്ട് ഭയങ്കര ക്ലാരിറ്റി ഇല്ലാത്തൊന്നുമല്ല. ഹാർഡ് വർക്ക് ആയിരിക്കും, സ്മാർട്ട് വർക്ക് ആയിരിക്കും, അങ്ങനെ അതിനൊരു ഡിഫൈൻ റൂട്ട് ഉണ്ടാവും. എന്നാൽ അതൊന്നും ചെയ്യാൻ ശ്രമിക്കാത്ത ആൾക്കാർ എന്താ വിചാരിക്കുക, സംതിങ് എന്തോ മിസ്റ്ററി ഉണ്ട് അതിൻ്റെ പിറകിൽ എന്നുള്ളതാണ്. പക്ഷേ ലൈഫിൽ അങ്ങനെ ഗ്രേറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്ഥിരോത്സാഹവും അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കും. ഒരു പെർട്ടിക്കുലർ കാര്യം ഇപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ വിഷയത്തെ നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുമ്പോഴാണ്, ഒരു കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഒരു ടീച്ചറൊക്കെ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നുണ്ട്. അല്ലാതെ ഭയങ്കരമായിട്ടുള്ള ഉയർന്ന ഫിലോസഫികൾ അടിച്ചൊരാൾക്കും ചുറ്റുള്ള ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ലൈഫിൽ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ലൈഫിനെ ഏറ്റവും സിമ്പിളായിട്ട് കാണാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ 99 വയസ്സ് വരെ ജീവിച്ച ഒരു വ്യക്തിയുടെ ജീവിത നിരീക്ഷണങ്ങളിൽ ഈ ഒരു ക്ലാരിറ്റി എത്രമാത്രം ഉണ്ടാവും എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ വിസ്ഡത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. 10ാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജീവിത നിരീക്ഷണം ഒരു പക്ഷേ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പാലിക്കപ്പെടേണ്ടുന്ന ഒന്നാണ്. I am not entitled to have an opinion unless I can state the arguments against my position better than the people who are in opposition. I think that I am qualified to speak only when I have reached the state. നമ്മളൊക്കെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടും അഭിപ്രായങ്ങളുള്ള ആൾക്കാരാണ്. എല്ലാ കാര്യത്തിലും നമുക്ക് അഭിപ്രായങ്ങളുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ഭയങ്കര ഒതൻറ്റിക്കായിട്ട് തർക്കിക്കാനും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനൊക്കെ കഴിയും. ഇത് രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മതത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇന്ന് എല്ലാ കാര്യങ്ങളിലും ഈ അഭിപ്രായങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ എല്ലാ കാര്യത്തിലും അറിവ് നേടാൻ മാത്രം നമുക്ക് എബിലിറ്റി ഇല്ല എന്ന് നമുക്ക് അറിഞ്ഞാൽ പോലും നമുക്ക് ഈ അഭിപ്രായങ്ങളിൽ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ചാർലി മങ്കർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളുടെ പൊസിഷൻ മനസ്സിലാക്കാൻ കഴിയുകയും ആ പൊസിഷനിൽ നിന്ന് അയാൾക്ക് എന്തുകൊണ്ട് അത്തരം ഒരു കാഴ്ചപ്പാട് വന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേജിൽ നിന്ന് മാത്രമേ മറ്റ് വിഷയങ്ങളിൽ അഭിപ്രായം ഞാൻ പറയുള്ളൂ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ബിലീഫാണ് അദ്ദേഹം പറയുന്നത്. ഇത് നമുക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്ഥിതിയോ അയാളുടെ ചിന്താഗതിയോ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക പോലും ചെയ്യാതെയാണ് നമ്മുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പൊസിഷൻ ചെയ്തുകൊണ്ടേയിരിക്കില്ല. അപ്പോൾ എന്നോടൊക്കെ പല ആളുകൾ അതിലെന്താ നിങ്ങളുടെ അഭിപ്രായം, ഇതിലെന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുള്ളത് സത്യമായിട്ടും അത് അഭിപ്രായം പറയാനുള്ള വിവരം എനിക്കില്ല എന്നുള്ളത്. അതായത് നമ്മുടെയൊക്കെ അറിവിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാലും നമ്മുടെ അറിവില്ലായ്മയ്ക്ക് ഒരു ലിമിറ്റും ഇല്ല. ഈ ഒരു ഫാക്റ്റ് അംഗീകരിക്കുക എന്നുള്ളത് ചാർലി മങ്കർ പറയുന്ന പോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 99 വയസ്സ് വരെ ജീവിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും പങ്കുവെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 10 നിരീക്ഷണങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക് ലൈഫിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് ഇൻസൈറ്റുകൾ ഇതിലൂടെ ലഭിച്ചിട്ടുണ്ടാവും. ഇത് ലൈക്ക് ഒരാളുടെ പേഴ്സണൽ ഗ്രോത്ത് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ജീവിതത്തെ കാണുന്ന രീതിയിൽ ഒക്കെ ഒരുപാട് പങ്കുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മളൊക്കെ ഇപ്പോൾ ഏത് സ്റ്റേജിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഏത് പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദ തിങ് ഈസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ മേലെ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമ്മുടെ ഫോൾട്ടുകളിൽ, നമ്മുടെ കുറവുകളിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ശ്രമത്തിൽ നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിലും എങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇന്നലത്തേക്കാൾ നമ്മൾ നാളെ ബെറ്റർ ആവാനുള്ള സാധ്യതയുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യത്തിൻ്റെ മേലെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഈ അന്തരിച്ച ചാർലി മങ്കറിൻ്റെ ലൈഫ് ഫിലോസഫീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു.